ഓണനിലാവേ മിഴി തുറന്നോ, നമ്മളോ മനിച്ചൊരുക്കിയ പൂപ്പാടം കണ്ടോ. ഓണനിലാവേ മിഴി തുറന്നോ, നമ്മളോ മനിച്ചൊരുക്കിയ പൂപ്പാടം കണ്ടോ. നാളെ ഈ പൂക്കളാൽ മലനാട്ടിലുത്സവം, പൂക്കളം മെനയുവാൻ ഇനി നീയും കൂടുമോ. ചെണ്ടുമല്ലിവനം മനതാരിലേകും അസുലഭ നിമിഷം. പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കൊറണ്ടിവിള എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് നമ്മളിവിടെ ഉള്ളത്. ഈ ഗ്രാമം ഇന്ന് കേരളമാകെ അറിയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജില്ലയിലെ തോവാള എന്നൊക്കെ പറയാമോ എന്നെനിക്ക് സംശയമുണ്ട്. എന്നാലും ഒരുപക്ഷെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജമന്തി പൂക്കൃഷി ചെയ്യുന്ന സ്ഥലം പള്ളിച്ചൽ പഞ്ചായത്തിലെ കൊറണ്ടിവിളയാണ്. കാട്ടാക്കട മണ്ഡലത്തിൽ 3 ഓണക്കാലത്തിന് മുമ്പാണ് നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ എന്ന ആശയം അവതരിപ്പിച്ചത്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 600 ഏക്കറിലധികം പൂപ്പാടം ഒരുങ്ങിയിരിക്കുന്നു. ഓണക്കാലത്ത് സംസ്ഥാനമാകെ പൂക്കൃഷി വ്യാപകമായി. അതിന് തുടക്കം കുറിക്കാനായി എന്ന ചാരിതാർത്ഥ്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. പള്ളിച്ചൽ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു പ്രവർത്തനം. ആ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയിൽ ഈ പൂപ്പാടങ്ങളെല്ലാം പച്ചക്കറി പാടങ്ങളായി മാറും. പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയാണ് ഞങ്ങൾ. അത്തരം ശ്രമങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇന്ന് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ 50 ഏക്കറിലധികം ജമന്തി പൂപ്പാടങ്ങൾ വിരിഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ മനസ്സിന് നൽകുന്ന സന്തോഷം, നമുക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ആളുകളുടെ ആ സന്തോഷകരമായ വർത്തമാനങ്ങളും അവരുടെ ചിരിയും ഒക്കെ മാനസികമായ സന്തോഷങ്ങളുമൊക്കെ നമ്മുടെ മനസ്സ് നിറയ്ക്കുകയാണ്. ഇന്ന് ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ജമന്തി പൂപ്പാടങ്ങൾ ചെയ്ത ഒരു പഞ്ചായത്തായി പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് മാറിയിട്ടുണ്ട്. അത്രയധികം സൂക്ഷ്മതയോടെ വളരെ ശ്രദ്ധിച്ചാണ് ഇക്കാര്യങ്ങൾ ചെയ്തത്. നമ്മുടെ പഞ്ചായത്തിൽ ഈ വാർഡ് കൊറണ്ടിവിള വാർഡിൽ അതിൻ്റെ വാർഡ് മെമ്പറും നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന ചെയർമാനുമായ ശ്രീ വിശ്വമിത്ര വിജയൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ പൂക്കൃഷി നടത്തിയത്. അതുമാത്രമല്ല, കൃഷി ഓഫീസറുടെ സേവനം വളരെ വിലപ്പെട്ടതായിരുന്നു. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ഭരണസമിതി അംഗങ്ങളും ഒരു ടീമായി നിന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളും പൂക്കൃഷി നടത്തി. ഈ പൂക്കൃഷിയുടെ സീസൺ അവസാനിക്കുമ്പോൾ നമ്മൾ അടുത്ത് പച്ചക്കറി കൃഷിയിലേക്ക് പോവുകയാണ്. പച്ചക്കറി കൃഷി കഴിഞ്ഞ വർഷവും ഞങ്ങൾ ചെയ്തിരുന്നു. തരിച്ചു കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം പൂക്കൃഷി ഏറ്റെടുക്കുകയും അതിനുശേഷം അത് പച്ചക്കറി കൃഷിയിലേക്കും കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ശ്രീ വിജയനും അതോടൊപ്പം തന്നെ ഈ വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, JLG ഗ്രൂപ്പുകൾ. ഇതിനെ സഹായിക്കാനായി പിന്നെ നമ്മുടെ ഈ പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തിക്കുന്ന നിരവധി പൊതുപ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, അവരെല്ലാവരുടെയും കൂട്ടായ സഹകരണത്തോടു കൂടിയാണ് നമുക്ക് വിജയിപ്പിക്കുവാൻ സാധിച്ചത് എന്ന യാഥാർത്ഥ്യം അവരോടൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് നേരുകയാണ്. ഓണനിലാവേ മിഴി തുറന്നോ, നമ്മളോ മനിച്ചൊരുക്കിയ പൂപ്പാടം കണ്ടോ. ഓണനിലാവേ